ഹലോ, ഇന്ന് നമുക്ക് ഒരു 5 മിനിറ്റ് താഴെ അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ് കൊണ്ട് വെക്കാൻ പറ്റുന്ന നല്ല ചൊടിയുള്ളൊരു കറി ഉണ്ടാക്കിയെടുക്കാം. ഇത് ചോറിൻ്റെ കൂടെ, വെള്ളച്ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെ ഒക്കെ പോവും. അതിന് മെയിനായിട്ട് വേണ്ടത് ഈ വെള്ളച്ചീനമുളകാണ്. ഇതിനെ നടുക്ക് കൂടെ ഒന്നിങ്ങനെ കീറിയെടുക്കണം. രണ്ടായിട്ട് പിളർക്കണ്ട, പക്ഷെ നല്ലപോലെ ഒന്ന് കീറിയെടുക്കണം. പിന്നെ വാളംപുളി പിഴിഞ്ഞത് കുറച്ച് വേണം. പിന്നെ ഈ ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ. ഇതൊരു പുളിങ്കറിയാണ്. നമ്മൾ പാലക്കാട് കുറേ പുളിയുണ്ട്. നമ്മൾ എന്ത് കിട്ടിയാലും പുളിയാക്കി കളയും. അതായത് ഉള്ളിപ്പുളി, വെണ്ടയ്ക്കപ്പുളി, കയ്പ്പയ്ക്കപ്പുളി, അങ്ങനെ ഒരുപാട് പുളികളുണ്ട്. എന്ത് കിട്ടിയാലും അപ്പോൾ പുളിയാക്കി കളയും. പക്ഷെ നല്ല ടേസ്റ്റാണ്. ചോറൊക്കെ ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന വഴി അറിയില്ല. നമുക്ക് കുറേ പുളികളുണ്ടെങ്കിലും പുളികളിൽ എപ്പോഴും കേമൻ അല്ലെങ്കിൽ ഭയങ്കര ഫാൻ ബേസ് ഉള്ള ഒരാളാണ് വെള്ള ചീനമുളക് പുളി അഥവാ ചീനമുളക് പൊടി. അതാണ് നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി നമ്മൾ കടുകിട്ട് പൊട്ടിക്കണം. പിന്നെ കുറച്ച് ഉലുവയിട്ട് പൊട്ടിക്കണം. 2 വറ്റൽമുളക് അങ്ങനെ ഒന്ന് നടുപൊളിച്ചിടണം, മുറിച്ചിട്ടിടണം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ചെറുള്ളി ഇടണം. പിന്നെ ആ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ പാലക്കാട് കുറേ പുളിയുണ്ട്, നമ്മൾ ഒരുവിധം എന്ത് സാധനം കിട്ടിയാലും പുളി ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ പാലക്കാടുകാരിയാണ്. പക്ഷേ അല്ല, ഞാൻ തൃശ്ശൂരുകാരിയാണ്. നമ്മുടെ പഞ്ചായത്ത് ഉണ്ടല്ലോ ബോർഡറിലാണ്, അതായത് തൃശ്ശൂർ പാലക്കാട് ബോർഡറിലാണ്. അപ്പോൾ ഒരു പാലത്തിൻ്റെ അപ്പുറം പാലക്കാടും ഇപ്പുറത്ത് തൃശ്ശൂർ ആയതുകൊണ്ട് തൃശ്ശൂർ എൻ്റെ ആവും ചെയ്തുകൊണ്ട് നമുക്ക് തൃശ്ശൂരിൻ്റേതായിട്ടുള്ള ഭക്ഷണശീലങ്ങളോ ഭാഷയോ അതൊക്കെ വളരെ കുറവാണ്. പാലക്കാടുമായിട്ടാണ് കൂടുതലൊരു സാമ്യമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണശീലങ്ങളാണെങ്കിലും ആഘോഷങ്ങളാണെങ്കിലും സംസാരമാണെങ്കിലും പക്ക ഒരു തൃശ്ശൂർ സ്റ്റൈലിലാണെന്ന് പറയാൻ പറ്റില്ല. പാലക്കാടും തൃശ്ശൂരും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ ചെറുപ്പം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്നത് ഈ പുളികളാണല്ലോ. നമുക്കിങ്ങനെ തേങ്ങ അരച്ച കറികൾ, തേങ്ങ പാലൊഴിച്ച കറികൾ അതൊക്കെ വളരെ കുറവാണ്. ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലത്തെ പുളിയും സാധനങ്ങളൊക്കെ കഴിച്ചില്ലെങ്കിൽ നമ്മൾ ശരിക്കും പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാത്തൊരു ഫീലൊക്കെയാണ്. ഇവിടെ ആണെങ്കിൽ വെള്ളച്ചീനമുളകൊന്നും അങ്ങനെ കിട്ടില്ലല്ലോ. അപ്പോൾ നാട്ടിൽ ഇതുപോലെ പോയിട്ട് വരുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഇങ്ങനെ വെക്കും. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അത്. അപ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് അതൊന്ന് വഴണ്ട് കിട്ടും. ഈ മുളക് ഇപ്പോൾ നമ്മൾ നാട്ടിൽ പോയ സമയത്ത് മേമ തന്നതാണ് കേട്ടോ. ഇത് അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പുളി പിഴിഞ്ഞ് ഒഴിക്കണം. നേരത്തെ നമ്മൾ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് നല്ലപോലെ പിഴിഞ്ഞിട്ട് ഇതിൽ ഒഴിക്കണം. അത്യാവശ്യം വെള്ളമൊക്കെ ചേർക്കാം കേട്ടോ. നമുക്ക് എത്ര കറിയാണോ വേണ്ടത് അതനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചേർക്കാം. പിന്നെ പുളി ഒഴിക്കുമ്പോൾ ഫ്ലെയിം നല്ല ഹൈ ആയിട്ട് വെക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കണം. പുളി അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരണം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ വാടി പോകരുത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തീ കൂട്ടി വെക്കണം. എനിക്ക് പുളി ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം പുളി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. പോരാത്ത ഉപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം ഇട്ട് കൊടുക്കാൻ പറ്റും. ഈ കറിയിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാനൊക്കെ അത്യാവശ്യം സുഖമാണ്. പക്ഷെ കുറച്ച് ട്രിക്കിയാണ് ഈ കറി ഉണ്ടാക്കാൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം സാധനങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ പുളിയും ഉപ്പും എരിവൊക്കെ ഒരു കറക്റ്റ് ഒരു ബാലൻസിൽ വന്നാൽ മാത്രമാണ് നമുക്ക് ഈ കറിയുടെ ടേസ്റ്റ് ശരിക്കും അങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇതുവരെ അതൊരു 100% ആയെന്ന് പറയാൻ പറ്റില്ല. ഞാനിങ്ങനെ വെച്ച് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നു. എൻ്റെ അമ്മയൊക്കെ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പ് കുറച്ച് പോരാൻ തോന്നി, അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു. ഇനി നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. ഒന്നുകൂടി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ പുളി റെഡിയായി. ഇനി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ. ഈ പുളി ഉണ്ടാക്കുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ചോറ് കഴിക്കും, അതാണ് ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ.